ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന സ്ത്രീകളിൽ ഏതെങ്കിലും തരം പേഴ്സണാലിറ്റി ട്രേറ്റ്സോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടോ സാധാരണ കാണാറുണ്ടോ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡർ എല്ലാം പൊതുവായിട്ട് കാണാറുണ്ട്. പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇവരുടെ ഇമ്പൾസീവ് ബിഹേവിയർ, പിന്നെ അഗ്രസീവ് സ്വഭാവം. അതായത് അഗ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിഹേവിയർ ആണ്. ദേഷ്യവും അഗ്രഷനും രണ്ടാണ്. അഗ്രഷൻ എന്ന് പറയുമ്പോൾ അതൊരു ബിഹേവിയറിലേക്ക് എത്തും, വേറൊരാൾ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അഗ്രഷൻ. അപ്പൊ ഈ അഗ്രസീവ്നെസ് കൂടുതലുള്ള ആൾക്കാർ അഗെയിൻ ക്രിമിനൽ ബിഹേവിയേഴ്സിലേക്ക് എത്തിപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിമിനൽ ബിഹേവിയേഴ്സ് കൂടുതലായിട്ട് അവർ കാണിക്കുന്നുണ്ട്. പിന്നെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും എന്താണ് ക്രൈംസ് എന്ന് പറയുമ്പോൾ ഈ ആരെങ്കിലും കൊല്ലുക അങ്ങനത്തെ ക്രൈംസ് മാത്രമല്ല, ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ, അങ്ങനത്തെ ക്രൈംസിലേക്ക് കൂടുതൽ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരുപാട് അറ്റൻഷൻ വേണം. ഈ അറ്റൻഷൻ സീക്കിങ് ഭയങ്കര കൂടി അത് ക്രിമിനൽ ബിഹേവിയറിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ സൈക്കോസിസ് എന്ന് പറയുമ്പോൾ ഡെലൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സാധനത്തിന് ഉണ്ടതായിട്ട് അവർക്ക് തോന്നാം. ഏതൊരു വോയിസ് ആവാം, കാണുന്നതാവാം, ചിലപ്പോൾ ടേസ്റ്റ് ആവാം, അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന പോലെയൊക്കെ അവർക്ക് തോന്നാം. ചില സമയത്ത് ഈ വോയിസസ് അവർക്ക് കമാൻഡ്സ് കൊടുക്കും, വേറൊരാളെ പോയി അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ വോയിസ് പറയും വേറെ ഈ ആളെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് ഇവർക്ക് ഈ വോയിസ് കേൾക്കുന്നതാണ്, ഈ വോയിസിനോട് ഇവർക്ക്